Hello my dear students, welcome back to Ammani Teacher, Teachers from Heart. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ഓഫ് പോർട്ട് എന്ന ചോദ്യമാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആൻഡ് അസോസിയേറ്റഡ് രജിസ്റ്റേഴ്സ് അങ്ങനെയും ചോദ്യം വരാം. ഇതിനു മുമ്പ് ഒരു 6 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിലേറ്റീവ് ആയിട്ടൊരു ചോദ്യം വരും. ഗെറ്റ് ഡാറ്റ ഫ്രം പോർട്ട്, സെൻഡ് ഡാറ്റ ടു പോർട്ട്. അത് 8 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. അതൊരു പ്രോഗ്രാം പോലെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഇത് മനസ്സിലായിരിക്കണം. അതേപോലെ ടോഗിൾ പോർട്ട് ബിറ്റ്സ് അതും ഞാനിത് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ടോഗിളിന്റെ പ്രോഗ്രാം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗെറ്റ് ഡാറ്റ ഫ്രം പോർട്ടും സെൻഡ് ഡാറ്റ ടു പോർട്ടും അടുത്ത വീഡിയോയിലാണ് കവർ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പം പിന്നെ അപ്ലോഡിങ് ചെയ്യാനും ഡിലേ വരും. ഓക്കെ, അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ഓഫ് പോർട്ട്. So how to access input-output registers associated with the ports. Each of the ports A to D in the Atmega 32 can be used for input output or output. അപ്പോൾ നമ്മൾ Atmega 32 4 പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, A to D പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഓരോ പോർട്ടിനും 3 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. വീഡിയോയുടെ ലിങ്ക് ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം. ആ കാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, each of the ports A to D in the Atmega 32 can be used for input or output. അപ്പം 4 പോർട്ടുണ്ട് ABCD. ആ 4 പോർട്ടും നമുക്ക് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഔട്ട്പുട്ടായിട്ട് ഉപയോഗിക്കാം. ഇനി DDRX. അപ്പോൾ 3 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് DDRX. എന്താണ് DDRX? DDRXന്റെ ഫുൾ ഫോം ആണ് ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ. ഇതെല്ലാം പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. DDRX മീൻസ് ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ. ഇത് കൂടാതെ 2 രജിസ്റ്റേഴ്സും കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? പോർട്ടും പിന്നും. ഇപ്പോൾ DDRX രജിസ്റ്ററിന്റെ കേസിൽ പറയാം. അതെങ്ങനെയാണ് ഔട്ട്പുട്ട് എങ്ങനെയാക്കുക, ഇൻപുട്ടായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് നോക്കാം. ഇപ്പോൾ DDRX പോർട്ടിന് ടു മേക്ക് എ പോർട്ട് ആസ് ഔട്ട്പുട്ട് പോർട്ട് റൈറ്റ് വൺസ് ടു DDR രജിസ്റ്റർ. ഓക്കെ, ഇപ്പോൾ ഒരു DDR രജിസ്റ്ററിനെ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് പോർട്ടായിട്ട് ബിഹേവ് ചെയ്യും. ഇനി ഇവിടെ വന്നേ, ഇനി DDR രജിസ്റ്ററിന് എല്ലാം സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻപുട്ട് പോർട്ടായിട്ട് മാറും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. LDI R16 0xFF എന്ന് വെച്ചാൽ എന്താണ്? LDI എന്ന് വെച്ചാൽ ലോഡ് ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ R16 എന്ന് പറഞ്ഞ രജിസ്റ്റർ ആണ്. 0xFF എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ഹെക്സാഡെസിമൽ ആണ്. ഇത് ഈക്വലന്റ് ടു 8 ones. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് 0xFF എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പർ R16ലേക്ക് ലോഡ് ചെയ്യണം. LDI മീൻസ് ലോഡ് ഇമ്മീഡിയറ്റ്ലി 0xFF ടു R16 ഒരു രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? R16ൽ 0xFF വരും. 0xFന്റെ ബൈനറി ഈക്വലന്റ് 0b മീൻസ് ബൈനറി ഈക്വലന്റ് എന്ന് വെച്ചാൽ 8 ones ആണ്. ഓക്കെ, 0x സ്റ്റാൻഡ്സ് ഫോർ ഹെക്സാഡെസിമൽ, FF സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? 8 ones. എല്ലാം 1നെയാണ് FF എന്ന് പറയുന്നത്. കണ്ടോ, 8 ones കൊടുത്തു. 0b മീൻസ് ബൈനറി ഈക്വലന്റ് ഓഫ് 0x is 111. 0x ഹെക്സാഡെസിമൽ, 0b എന്ന് പറഞ്ഞാൽ ബൈനറി. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും അറിയില്ല എന്ന് ഓർത്തിട്ടാണ് ഇത്രയും ബേസിക് ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 0xFFലെ വാല്യൂ R16ലേക്ക് ലോഡ് ചെയ്തു. അതായത് R16ൽ എല്ലാം 1 ആയിട്ട് സെറ്റ് ചെയ്തു. അങ്ങനെ 1 ആയിട്ട് സെറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും എന്നാ പറഞ്ഞത്? 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ R16ൽ എന്തുണ്ട്? 8 ones ഉണ്ട് അല്ലേ? ഇനി അടുത്തത് ഔട്ട് DDRB R16. DDRB എന്ന് പറഞ്ഞ പോർട്ട് DDRB R16 ആക്കി. അത് R16ന്റെ വാല്യൂ DDRBയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ R16ൽ എന്താ ഉള്ളത്? എല്ലാം 1 ആണുള്ളത്. അപ്പോൾ DDRBയിൽ എല്ലാം 1 വന്നാൽ അത് എന്ത് പോർട്ടായിട്ട് ബിഹേവ് ചെയ്യും? ഔട്ട്പുട്ട് പോർട്ടായിട്ട് ബിഹേവ് ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ടു മേക്ക് എ പോർട്ട് ആസ് ഔട്ട്പുട്ട് പോർട്ട് റൈറ്റ് വൺസ് ടു DDR രജിസ്റ്റർ. അപ്പോൾ DDR പോർട്ടിലേക്ക് R16 ലോഡ് ചെയ്തു. അപ്പം എന്താ? മേക്ക് പോർട്ട് ബി ആസ് ഔട്ട്പുട്ട് പോർട്ട് എന്ന് കൊടുത്തപ്പോൾ ഇത് ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാറി. ഇത് ക്ലിയർ ആയല്ലോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടുത്തത് പറയാൻ പറ്റും. ടു മേക്ക് എ പോർട്ട് ആസ് ഇൻപുട്ട് പോർട്ട് റൈറ്റ് സീറോസ് ഇൻ ടു ദ DDR രജിസ്റ്റർ. ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിലേക്ക് എല്ലാം 0 ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും? അതൊരു ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും.
അപ്പോൾ എന്ത് ഇതേപോലത്തെ സെയിം തന്നെ എഴുതിയാൽ മതി. LDI R16, 0x00. വാട്ട് ഡസ് ദിസ് മീൻ? അപ്പോൾ R16 രജിസ്റ്ററിലേക്ക് 0x00 ലോഡ് ചെയ്യുക. LDI മീൻസ് ലോഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അപ്പോൾ R16 ഈക്വൽ ടു 0600 എന്ന് വെച്ചാൽ അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് എത്രയാണ്? 8 സീറോസ്. അപ്പോൾ ഇവിടെ ഓൾ സീറോസ് ആയി DDR രജിസ്റ്ററിൽ. അടുത്തത് ഔട്ട് DDRB. ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. ഔട്ട് DDRB, R16. മേക്ക് പോർട്ട് ബി ആസ് ഇൻപുട്ട് രജിസ്റ്റർ. അതായത് R16ലെ വാല്യൂ DDRBയിലേക്ക് കൊടുത്തു. അപ്പം എന്ത് വന്നു? ഇത് ഇൻപുട്ട് രജിസ്റ്റർ ആയിട്ട് മാറി, ഇൻപുട്ട് പോർട്ടായിട്ട് മാറി. അപ്പോൾ ഒരു പോർട്ടിനെ, ഫോർ എക്സാമ്പിൾ പോർട്ട് ബിനെ ഔട്ട്പുട്ട് ആക്കണമെങ്കിൽ അതിൽ എന്ത് സ്റ്റോർ ചെയ്യണം? വൺസ് സ്റ്റോർ ചെയ്യണം. ഇനി ഒരു പോർട്ടിന് ഇൻപുട്ട് പോർട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? DDR രജിസ്റ്ററിലെ വാല്യൂസ് എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് കേട്ട് നോക്കൂ കേട്ടോ. ടു ടോഗിൾ ഓൾ 8 bits ഓഫ് പോർട്ട് ബി forever with time delay between on and off states. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. കുറച്ച് ലൈൻസ് ഒന്ന് നോക്കിയാൽ മതി. ഇത് ആക്ച്വലി സിമ്പിളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 4 ലൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആദ്യത്തെ ഒരു 2 ലൈൻ LDI എന്ന് വെച്ചാൽ എന്താണ്? ലോഡ് ഇമ്മീഡിയറ്റ്ലി R16 0,0xFF. ഇത് ഈ സൈഡിൽ എഴുതിയേക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ആട്ടോ. നിങ്ങൾ ഇത് മാത്രം എഴുതിയാലും മതി കോഡ്. ഇപ്പം എന്താണ് 0xFF എന്ന് വെച്ചാൽ 8 ones, അത് R16ലേക്ക് ലോഡ് ചെയ്തു. അടുത്തത് ഔട്ട് DDRB, R16 എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ഔട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു വാല്യൂ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഔട്ട് DDRB R16 മീൻസ് എന്താണ്? വാല്യൂ സ്റ്റോർഡ് ഇൻ ദ R16 രജിസ്റ്റർ. R16ൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ DDR ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും, അല്ലെ B പോർട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം എന്ത് സംഭവിച്ചു? ഇത് എന്ത് പോർട്ടായിട്ട് മാറി? ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാറി. കാരണം എല്ലാം 1 ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. സോ DDRB ഒരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? R16 രജിസ്റ്ററിനെ 0x55 ആയിട്ട് സെറ്റ് ചെയ്തു. 0x55ന്റെ വാല്യൂ ആണ് 01010101 ഓൾട്ടർനേറ്റീവ്. ഓക്കെ, 0യും 1ഉം മാറി മാറി വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തു. കാരണം എന്താ ചോദ്യം? ടോഗിൾ all 8 bits of port B forever with time delay between on and off state. ഓണും ഓഫും ആണ്. അപ്പം 0 ഓഫ് 1 ഓൺ, അങ്ങനെ ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് 0x55 കൊടുത്തത്. 55ന്റെ വാല്യൂ എത്രയാണ്? 010101. അപ്പോൾ ടോഗിൾ ചെയ്യണമല്ലോ. അടുത്തത് പോർട്ട് B, R60 ഔട്ട് പോർട്ട് B, R16 എന്ന് വെച്ചാൽ എന്താണ്? ഈ R16ന്റെ വാല്യൂ എടുത്ത് പോർട്ട് ബിയിലേക്ക് വെച്ചു. നേരത്തെ R16ന്റെ വാല്യൂ എടുത്ത് DDRB, ഞാൻ പറഞ്ഞില്ലേ 3 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു രജിസ്റ്റർ ആണ് DDRB, മറ്റേ രജിസ്റ്റർ ആണ് പോർട്ട് രജിസ്റ്റർ. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ R16 എടുത്തിട്ട് പോർട്ട് ബിയിലേക്ക് വെച്ചു. ഓക്കെ, അപ്പോൾ പോർട്ട് ബിയിൽ എന്തുണ്ട്? ടോഗിൾ ചെയ്യണ പോലെ 010101 എന്നുള്ള സംഭവമുണ്ട്. പിന്നെ കോൾ ഡിലേ എന്ന് പറഞ്ഞു കൊടുത്തു. ഡിലേ എന്ന് പറയാൻ വേണ്ടി ഒരു ഡിലേ അല്ലെങ്കിൽ പോസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ ഡിലേ. അവിടെ പ്രോഗ്രാം എന്താണ്? ഒരു ടൈം ഡിലേ വേണം അല്ലേ? അതുകൊണ്ടാണ് കോൾ ഡിലേ ചെയ്യുന്നത്. വീണ്ടും എന്ത് ചെയ്തു? R16ലേക്ക് 0xAA കൊടുത്തു. 0xAA എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ വാല്യൂ 10101010. നിങ്ങൾ ശ്രദ്ധിക്കണം, 55ന്റെ ഈക്വലന്റ് 0x ഹെക്സാഡെസിമൽ 55ന്റെ ഈക്വലന്റ് 01010101 ആണെങ്കിൽ ഹെക്സാഡെസിമൽ എയുടെ ഈക്വലന്റ് 10101010. ഓക്കെ, വ്യത്യാസം ഉണ്ട്. ഇത് 01 ആണ്, ഇത് 10 ആണ്. 10യുടെ കോമ്പിനേഷൻ ആണ്. പിന്നെ എന്ത് ചെയ്തു? R16ന്റെ വാല്യൂ എടുത്ത് പോർട്ട് ബിയിലേക്ക് കൊടുത്തു. ഓക്കെ, പോർട്ട് ബിയിലെ പിന്നിലേക്ക് കൊടുത്തു. പിന്നെ കോൾ ഡിലേ, വീണ്ടും ഡിലേ വിളിച്ചു. കാരണം നമുക്ക് ടൈം ഡിലേ വേണം. ഓൺ സ്റ്റേറ്റിന്റെ ഇടയിലും ഓഫ് സ്റ്റേറ്റിന്റെ ഇടയിലും ടൈം ഡിലേ വരുത്തണം. പിന്നെ RJMP എന്ന് വെച്ചാൽ റിലേറ്റീവ് ജമ്പ് L1 എന്ന് പറഞ്ഞൊരു ലേബിളാണ്. ലേബിൾ 1 കണ്ടോ? ഇത് എന്തിനാന്ന് വെച്ചാൽ ഐട്രേഷന് വേണ്ടിയിട്ടാണ്. ഇതൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. R ജമ്പ്
റിലേറ്റീവ് ജമ്പ് L1 എന്ന് പറയുമ്പോൾ വീണ്ടും L1ന്റെ ലേബിളിലേക്ക് പോകും. കണ്ടോ, L1ന്റെ ലേബിൾ ഇതാണ്. ഇതിങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്താണ്, ടു ടോഗിൾ ഓൾ 8 bits ഓഫ് പോർട്ട് ബി ഫോർ എവർ. ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോർ എവർ ആയിട്ട് നമുക്ക് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. സോ ഫോർ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി ഫോർ എവർ ടോഗിൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കാരണം ജമ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഈ ലൂപ്പിലേക്ക് പോവല്ലേ. സോ വിത്ത് ടൈം ഡിലേ ബിറ്റ്വീൻ ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ്. ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഒരു ടൈം ഡിലേ വരും. അതുകൊണ്ടാണ് ഇവിടെ കോൾ ഡിലേ വരുന്നത് കേട്ടോ. അടുത്തത് പിൻ രജിസ്റ്റർ. അപ്പം നമ്മൾ DDR പഠിച്ചു അല്ലേ. ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റർ ആക്സസ് ചെയ്യണമെന്ന് പഠിച്ചു. DDRൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യണത്? DDRൽ ഔട്ട്പുട്ട് ആക്കാൻ എല്ലാം 1 ആയിട്ട് സെറ്റ് ചെയ്യണം. ഇൻപുട്ട് ആക്കണമെങ്കിൽ DDR രജിസ്റ്ററിൽ 0 സെറ്റ് ചെയ്താൽ ഇൻപുട്ട് ആകും. എന്നിട്ട് പ്രോഗ്രാമും നോക്കി. ഇനി പിൻ രജിസ്റ്റർ നോക്കാം. അപ്പോൾ DDR രജിസ്റ്റർ കഴിഞ്ഞ് അടുത്ത രജിസ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് പിൻ രജിസ്റ്റർ ആണ്. ടു റീഡ് ദ ഡാറ്റ പ്രസന്റ് അറ്റ് ദ പിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിൻ രജിസ്റ്റർ ഉപയോഗിച്ചിട്ട് പിന്നിലുള്ള ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. ടു ബ്രിങ് ദ ഡാറ്റ ഇൻ ടു CPU ഫ്രം പിൻസ്, റീഡ് ദ കണ്ടൻസ് ഓഫ് ദ പിൻ രജിസ്റ്റർ. അപ്പോൾ പിന്നിൽ നിന്ന് CPUലേക്ക് ഡാറ്റ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിൻ രജിസ്റ്റർ യൂസ് ചെയ്യണം. ഇനി പിന്നിലേക്ക് ടു സെൻഡ് ഡാറ്റ ഔട്ട് ടു പിൻസ്, പിന്നിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ യൂസ് പോർട്ട് രജിസ്റ്റർ. പോർട്ട് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാസ് ഔട്ട് സെൻഡ് ചെയ്യണത്. പിന്നിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ പോർട്ട് രജിസ്റ്ററും, പിന്നിൽ നിന്ന് ഡാറ്റ CPUലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പിൻ രജിസ്റ്ററുമാണ് യൂസ് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലായോ? പിന്നിൽ നിന്ന് CPUലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ പിൻ എന്ന് പറഞ്ഞ രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി CPUയിൽ നിന്ന് പിന്നിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ പോർട്ട് രജിസ്റ്റർ. അപ്പം 3 രജിസ്റ്ററിൽ DDR നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ പിന്നും പോർട്ടും ആണ് ഉള്ളത്. അപ്പോൾ പിന്നിലേക്ക് ഇഫ് യു വോണ്ട് ടു സെൻഡ് ഡാറ്റ ഔട്ട് ടു പിൻസ്, പിന്നിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ പോർട്ട് രജിസ്റ്ററും, പിന്നിൽ നിന്ന് CPUലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ പിൻ രജിസ്റ്ററുമാണ് യൂസ് ചെയ്യണത്. ഇനി പോർട്ട് രജിസ്റ്ററിൻ്റെയും DDR രജിസ്റ്ററിൻ്റെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളിന് AVR മൈക്രോ കൺട്രോളർ 4 സ്റ്റേറ്റിലാവും. According to the values of port and DDR, the pins of the AVR microcontroller can have 4 different states. 4 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കോളത്തിൽ നമ്മൾ പോർട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ റോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് DDR. കണ്ടോ, ഇവിടെ കാണുന്നില്ലേ? DDR ഇങ്ങനെയും കൊടുത്തു, പോർട്ട് ഇങ്ങനെയും കൊടുത്തു. അപ്പോൾ പോർട്ടിന് 0ഉം 1ഉം വരാം, DDRന് 0ഉം 1ഉം വരാം. അപ്പോൾ ഇത് 4ഉം പോർട്ടും DDRും വെച്ചിട്ട് നമുക്ക് AVR മൈക്രോ കൺട്രോളറിന് 4 സ്റ്റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ പോർട്ട് വാല്യൂ 0ഉം DDR വാല്യൂ 0ഉം ആണെങ്കിൽ, അത് രണ്ടും ലോ ആണെങ്കിൽ എന്ത് കിട്ടും? ഇൻപുട്ട് ആൻഡ് ഹൈ ഇമ്പിഡൻസ് കിട്ടും. ഇനി ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്. ഇനി അടുത്ത സ്റ്റേറ്റ് പോർട്ട് 0ഉം DDR 1ഉം ആണെങ്കിൽ ഔട്ട് 0 സ്റ്റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി പോർട്ട് 1ഉം DDR 0ഉം ആണെങ്കിൽ ഇൻപുട്ട് ആൻഡ് പുൾ അപ്പ് സ്റ്റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി പോർട്ട് 1ഉം DDR 1 ആണെങ്കിൽ ഔട്ട് 1 സ്റ്റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അടുത്തത് പോർട്ട് രജിസ്റ്റർ. പോർട്ട് രജിസ്റ്റർ അപ്പോൾ നമ്മൾ പിൻ രജിസ്റ്റർ പഠിച്ചു, DDR പഠിച്ചു. അടുത്ത് പഠിക്കാൻ പോകുന്നത് പോർട്ട് രജിസ്റ്റർ ആണ്. പോർട്ട് രജിസ്റ്ററിന് 8 പിൻസ് ഉണ്ട്. PA0 ടു പോർട്ട് രജിസ്റ്ററിൽ പോർട്ട് A ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. പോർട്ട് Aയിൽ 8 പിൻസ് ഉണ്ട്. PA0 ടു PA7. To use the pins of port A as input or output port, each bit of DDRA register must be set to proper value. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോർട്ട് Aയിൽ ഒരു പിന്ന് യൂസ് ചെയ്യണമെങ്കിൽ അത് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം എങ്ങനെ യൂസ് ചെയ്യണമെങ്കിലും DDRA രജിസ്റ്റർ ഒരു പ്രോപ്പർ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഇപ്പോൾ വീഡിയോ ഓൾറെഡി കുറച്ച് ലെങ്തി ആയി, അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവും, അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. സോ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. സോ താങ്ക് യു സ്റ്റുഡൻസ്.